വയനാട് ഉരുൾപൊട്ടൽ നിരവധി മനുഷ്യരുടെ ജീവിതമാണ് കുലിഞ്ഞു പോയത്. അതുപോലെ തന്നെ അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുള്ള പലരുമുണ്ട്. മണ്ണിനടിയിൽ ഇപ്പോഴും ജീവൻ തുടിപ്പോടുകൂടി കിടക്കുന്ന മനുഷ്യരുണ്ട്. ജീവൻ അറ്റുപോയി പല ഭാഗങ്ങളിലായി ചിതറിത്തെറിച്ച് മനുഷ്യ ശരീരങ്ങൾ കിടക്കുന്നവരുണ്ട്. സ്വത്ത്, സമ്പാദ്യം ഇതെല്ലാം പോയവരുണ്ട്. നമുക്കറിയാം, ഇടുക്കി, വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസത്തിൽ മഴക്കാലത്ത് അവിടെയുള്ള മനുഷ്യർ നേരിടുന്നൊരു പ്രധാന പ്രശ്നമാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ കേൾക്കുന്നൊരു കാര്യമാണ്. എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് വയനാട്ടിൽ ഉരുൾപൊട്ടി, ഇടുക്കിയിൽ ഉരുൾപൊട്ടി എന്നൊക്കെയുള്ളത്. ഇതിനകത്തിൽ നിന്ന് ലളിതമായിട്ടൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വയനാട്, ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യവാസ യോഗ്യമായ ഒരു സ്ഥലമല്ല. അവിടെ മനുഷ്യവാസം അനുവദിക്കാൻ പാടില്ല. എന്തുകൊണ്ട് മാറി വരുന്ന ഗവൺമെന്റുകൾ ഈ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല? അവിടെ ജനിച്ചു വളർന്ന മനുഷ്യർക്ക് പെട്ടെന്ന് അവിടുന്ന് ഒരു പറിച്ചുതടിയിൽ നടക്കുന്ന കാര്യമല്ല. എന്നാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അത് മനുഷ്യയോഗ്യമായ സ്ഥലമല്ലെന്ന് പ്രഖ്യാപിക്കാൻ എന്താണ് ഇത്ര താമസമെന്നാണ് മനസ്സിലാവാത്തത്. ഓരോ വർഷവും ഇങ്ങനെ ഓരോ മനുഷ്യരുടെ ജീവിതവും ജീവനും ഒക്കെ പൊലിഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും തൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വത്തും സമ്പാദ്യവും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ വർഷമാകുന്നിടം വരെ അവർ കഷ്ടപ്പെട്ട് വീണ്ടും പിന്നീട് പഴയപടി ഉയർത്തെഴുന്നേൽക്കും. അതേപോലെ തന്നെ ജൂൺ ജൂലൈ മാസം ആകുമ്പോൾ ഈ മഴ വന്ന് അതെല്ലാം കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് ഇതിനൊരു കർശനമായിട്ടുള്ളൊരു നടപടി എടുക്കാൻ സാധിക്കാത്തത്? ഇന്ന ഗവൺമെന്റുകളെ കുറ്റം പറയുകയല്ല, ഏത് ഗവൺമെന്റ് ആയാലും. അതുപോലെ തന്നെ ഈ വയനാടും ഇടുക്കി ജില്ലകളിലൊക്കെ പോലുള്ളവ സമ്മർ സീസണുകളിൽ ഒരു വിനോദസഞ്ചാര സ്ഥലം പോലെ ആക്കുക. അവിടെയുള്ള ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്രയും ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാതെ ഇരിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുക. കാരണം അവർക്കതിനു വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് എന്ന രീതിയിൽ അത് ഏത് ഗവൺമെന്റ് ആയാലും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എല്ലാ വർഷവും കുറച്ചു പേരുടെ മരണം, കുറെ ആൾക്കാര് കണ്ണുനീരിലായിരുന്നു, അവിടെ ഒന്നും ഇല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ ഇരുന്ന ആൾക്കാർ ഇത് കാണുന്നു, സങ്കടപ്പെടുന്നു, പിന്നെയും കുറെ രക്ഷാപ്രവർത്തനം എത്തുന്നു, അവർക്കും ഓരോരോ അപകടങ്ങൾ ഉണ്ടാവുന്നു. ഇത് തന്നെയാണ് നടന്നു പോകുന്നത്. ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞിട്ട് അയ്യോ പൊത്തോ എന്ന് പറയുന്നതിലും ഭേദം അത് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപകടം ഉണ്ടാവുന്ന സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അവിടെ താമസിക്കാതിരിക്കുക, അവിടുന്ന് മാറാൻ ശ്രമിക്കുക. ഇനിയുള്ള തൻ്റെ പ്രിയപ്പെട്ടവരെയെങ്കിലും കൈവിടാതിരിക്കുക. എത്രയോ നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലമായിട്ടായിരിക്കും ഒരു വീട്, മനുഷ്യന്റെ ആയുസ്സിലെ ഒരു തവണ മാത്രം ഉണ്ടാവുന്നൊരു സന്തോഷകരമായ നിമിഷമാണ് ഒരു വീട് വെക്കുക എന്ന് പറയുന്നത്. അത് ഒരു നിമിഷം കൊണ്ട് എത്രയോ അധ്വാനത്തിന്റെ ഫലമായിട്ട് എത്രയോ നാളുകളുടെ കഷ്ടപ്പാടിലാണ് ഒരു വീട് പടുത്തുയർത്തുന്നത്. അതൊരു നിമിഷം കൊണ്ട് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവർ കൺമുന്നിൽ കിടന്ന് പിടഞ്ഞ് മരിക്കുന്നൊരവസ്ഥ, ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്നൊരവസ്ഥ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യവ്യാസ യോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറുക. അതിന് ഈ ഗവൺമെന്റും കൂടെ സഹകരിച്ച് അവരെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റുക എന്നതാണ് മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ചെയ്യാൻ കഴിയുന്ന നമുക്ക് ഏറ്റവും വലിയ കാര്യം.